കൊല്ലം കൊട്ടാരക്കരയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് കടത്തിയ യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മോഷണം. CCTV ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യം വ്യക്തം. വിലങ്ങറ ഉദയ ജംഗ്ഷനിലെ കർഷകൻ തങ്കച്ചന്റെ റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ സഹിതമാണ് നാട്ടുകാർ പരാതി നൽകിയത്. രാത്രി 1 മണിക്കായിരുന്നു സംഭവം. പക്ഷേ 1 മണി തൊട്ട് എൻ്റെ CCTVക്കകത്ത് നോക്കിയപ്പോൾ 1 മണി തൊട്ട് 2 മണി വരെയുള്ള സംഭവമാണ്. 4 ഷീറ്റിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല ഇവിടെ വന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഇതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വാതിലിൽ ഇങ്ങനെ വന്ന് തട്ടിയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഇത്രയും കാര്യമായിട്ട് എടുത്തില്ല. അന്ന് CCTV ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ. ഇപ്പം ഈ ഷീറ്റിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല. ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നവരാണ്. മുമ്പേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരിൽ ഒരാളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. പ്രതി ബൈക്കിലെത്തിയാണ് കവർച്ച നടത്തിയത്. ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആ CCTV ദൃശ്യങ്ങളിലേക്ക് തങ്കച്ചന്റെ വീടിന്റെ 50 മീറ്റർ ദൂരപരിധിയിൽ പ്രതി ബൈക്ക് നിർത്തിയിട്ടു. മോഷ്ടിച്ച റബ്ബർ ഷീറ്റുമായി പ്രതി ബൈക്കിനടുത്തേക്ക് നടക്കുന്നതും ബൈക്കിൽ കയറ്റി റബ്ബർ ഷീറ്റ് കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സുനിൽ എന്ന വ്യക്തിയാണ് ബൈക്കിലെത്തിയതെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയ മൊഴി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് പപ്പ എന്നോട് ചോദിച്ചു, മോളെ നീ ഷീറ്റ് എടുത്തിട്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ല പപ്പ ഷീറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം പപ്പ പറഞ്ഞേ ഞാൻ രാത്രി നോക്കിയപ്പോൾ ഷീറ്റ് അഴയെ കിടപ്പുണ്ടായിരുന്നു, ഇപ്പം ഷീറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഉടനെ എൻ്റെ സഹോദരിയോട് പറഞ്ഞ് എടി ക്യാമറയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഇതേപോലെ ഷീറ്റ് ഇങ്ങനെ മോഷണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവൾ മൊബൈലിനകത്ത് ക്യാമറയ്ക്കകത്ത് നോക്കിയപ്പം ചെറിയ നമുക്ക് ആളിനെ മനസ്സിലായിട്ടുണ്ട്. ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇയാൾക്ക് ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക, നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.